ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു വിഷു വ്ളോഗാണ്. അപ്പോൾ തലേദിവസം 10:15 ആകുമ്പോഴത്തേക്കും ഞങ്ങൾ വിഷു കണിയൊക്കെ ഒരുക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ മാല ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ എൻ്റെ ചിലങ്ക വിഷു കണീൻ്റെ അടുത്ത് വെക്കാൻ മറന്നുപോയി. അപ്പോൾ അത് ഞാനെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ വെജിറ്റബിൾസും തേങ്ങയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. പിറ്റേ ദിവസം 5 മണിയാകുമ്പോൾ ഞാൻ എണീറ്റു. 6 മണിയാകുമ്പോഴേക്കും കുളിച്ചിട്ട് ഒരുങ്ങി പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വിഷുക്കോടിയൊക്കെ ഇട്ടിട്ട് വിളക്കൊക്കെ കത്തിച്ചു കേട്ടോ. രാവിലെ വിളക്ക് കത്തിക്കാറ്. അപ്പോൾ വിളക്കൊക്കെ കത്തിച്ചു. ഇതാണ് ഞങ്ങളുടെ വിഷുക്കണി. നല്ല രസമില്ലേ കാണാൻ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മുടെ ക്യൂട്ട് കൃഷ്ണന് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം ടി വി ഒക്കെ നോക്കി കൃഷ്ണൻ്റെ പാട്ടൊക്കെ വെച്ചിട്ട് ശേഷം ചോറ് കഴിച്ചു. ചോറ്, സാമ്പാർ ഞാൻ കഷ്ടമൊന്നും എടുത്തില്ല ഗൈസ്. സാമ്പാർ, പിന്നെ രസം ഉണ്ടായിരുന്നു, ഞാൻ എടുത്തില്ല. പിന്നെ പയറ് വറവ്, കച്ചമ്പറുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കൂടെ അച്ചാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ 2 പപ്പടവും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അച്ചാർ ഞാൻ കുറച്ചിടാനാണ് എൻ്റെ അച്ചമ്മയോട് പറയണത്. എൻ്റെ അച്ചമ്മ ഉണ്ടാക്കിയ അച്ചാറാണ്. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ അച്ചമ്മ കുറച്ച് അധികം തന്നെ ഇട്ട് തന്നു. പിന്നെ ഞാൻ എല്ലാം കഴിച്ചു. കച്ചമ്പറ്, പയറ് വറവ്, അച്ചാർ, സാമ്പാർ, പപ്പടം, രസം, ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ പായസം ഉണ്ടായിരുന്നു. കടലപ്പായസമായിരുന്നു കേട്ടോ. ഇതാണ് എൻ്റെ മീഷോന്ന് എടുത്ത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ എടുത്ത ഡ്രസ്സ് കേട്ടോ. പിന്നെ ഇത് തരിശ്ശേരിയാണ്. എല്ലാവർക്കും മനസ്സിലായി എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അമ്മമ്മേൻ്റെ വീട് പുണ്ണംകുഴിയാണ് കേട്ടോ. അപ്പോൾ അമ്മമ്മേൻ്റെ വീട്ടിലേക്കാണ് ഞാൻ പോയത്. അതിന് ശേഷം അവിടുന്ന് ചായയും മിച്ചറും കഴിച്ചു. അപ്പോഴേക്കും നല്ല മഴയായിരുന്നു കേട്ടോ ഗൈസ്. അത് ഞാൻ ഭക്ഷണം കഴിച്ചിട്ട്